ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞൊരു ഉച്ച വരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. നേരത്തെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള 2 ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രത്യേക പണിയൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യണം. കാരണം മമ്മിക്ക് വയ്യ, മമ്മിയുടെ കയ്യിൽ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ഞാൻ തന്നെ ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ അച്ചാച്ചൻ്റെ ലഞ്ച് കൊണ്ടുപോകണം. പക്ഷേ ചോറൊക്കെ തലേന്നേ വെച്ചതുകൊണ്ട് അതിൻ്റെ ഉള്ള പാടുകളൊന്നും ഇല്ല കേട്ടോ. മീൻകറി തലേന്നേ വെച്ചു, മെഴുക്കുവരട്ടി ഞാൻ രാത്രി തന്നെ വെച്ചു. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാം ഒന്ന് ചൂടാക്കി സെറ്റാക്കിയാൽ മാത്രം മതി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വരെ ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ച് കേട്ടോ. അതുകൊണ്ട് രാവിലെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊന്ന് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇച്ചിരി കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി അങ്ങോട്ടൊന്ന് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ചോറും കടപ്പ വെച്ചു, മീൻകറി തിളപ്പിക്കാൻ വെച്ചു. മമ്മി എഴുന്നേറ്റ് വന്നില്ല കേട്ടോ. ഇടയ്ക്ക് എന്നോട് എഴുന്നേറ്റ് വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായത്, പക്ഷേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ എന്ത് കോനാൻ വിജയാണോ എന്തോ ഈ കാണിക്കുന്നതെന്ന്. അതൊക്കെ ചൂടാവുന്ന സമയത്ത് തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെ ഇരുന്ന് എൻ്റെ മീൻകറി അങ്ങ് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മെഴുക്കുവരട്ടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ഞാൻ മെഴുക്കുവരട്ടിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സുഖമാണല്ലോ, ഇങ്ങനെ പണിയൊന്നുമില്ലാതെ എല്ലാം ചടപട എന്ന് പറഞ്ഞ് തീരുന്നതേ എന്തൊരു ആനന്ദകരമായ കാര്യമാണെന്നറിയാമോ. അപ്പോൾ പിന്നെ വീണ്ടും മമ്മി എഴുന്നേറ്റ് വന്നു കേട്ടോ. എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചോദിച്ച് എഴുന്നേറ്റ് വന്നു. ഞാൻ പിന്നെ അടുത്തത് ഇങ്ങനെ നടക്കുകയാണ്. കാപ്പി ഇടാനുള്ള പാത്രം തിരക്കുകയാണ് കേട്ടോ. ഇച്ചിരി കട്ടൻ കാപ്പി കുടിക്കണമല്ലോ. അത് നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മിക്ക എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പി എല്ലാവരുടെയും ജീവിതത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഞാൻ അതിന് വേണ്ടി വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ അതിന് കുഞ്ഞ് കരഞ്ഞതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് കയറിപ്പോയപ്പോഴത്തേനും മമ്മി ഒറ്റ കൈ കൊണ്ട് വന്ന് അതിനകത്ത് കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ വാരി ഇടുകയാണ് കേട്ടോ. അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. വയ്യെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നൈറ്റ് ഞാൻ പിന്നെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതുമൊക്കെ സെറ്റായി അവിടെ ഇരുന്നുകൊണ്ട് രാവിലെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി എല്ലാവർക്കും. ആ സമയത്ത് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോയി കേട്ടോ. ബ്രഷ് ചെയ്യണമല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ. അങ്ങനെ ബ്രഷ് ചെയ്തിട്ടൊക്കെ കയറി വന്നപ്പോഴെന്നിട്ട് പിന്നെ എല്ലാവർക്കും കാപ്പി കൊടുത്ത് അച്ചാച്ചനും മമ്മിക്കും എനിക്കുമുള്ള കാപ്പിയൊക്കെ ഞാൻ ഒഴിച്ചു. എന്നിട്ട് ചൂടോടുകൂടിയ കാപ്പി ഒന്ന് കുടിച്ചു കേട്ടോ. അപ്പോഴത്തേനും ചോറൊക്കെ ചൂടായി. പിന്നെ അതിനെ മാറ്റി വെച്ചിട്ട് പിന്നെ കാപ്പിയിട്ട പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പം തന്നെ എല്ലാം കഴുകി വെച്ചില്ലെങ്കിൽ ഭയങ്കര പാടാണ്. എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഒരുമിച്ച് കഴുകാൻ ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ ഉള്ളത് അന്നേരം കഴുകി മാറ്റിയാലേ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇനി അച്ചാച്ചന് ചോറിന് വേണ്ടി ചമ്മന്തി അരയ്ക്കണം കേട്ടോ. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ചമ്മന്തി മസ്റ്റാണ് കേട്ടോ ചോറ് കൊണ്ടുപോകുമ്പോൾ. അങ്ങനെ പിന്നെ ചമ്മന്തി അരയ്ക്കാനുള്ള പുറപ്പാടിലായിട്ടോ. നല്ല ഇഞ്ചിയും കൊച്ചുള്ളിയും നമ്മുടെ ഉപ്പും നമ്മുടെ മുളക് പൊടിയും പുളിയെല്ലാം കൂടെ വെച്ച് നല്ലൊരു സൂപ്പർ ഒരു ചമ്മന്തി അങ്ങോട്ട് സെറ്റാക്കി ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇനി ഇലയ്ക്കകത്താണ് ചോറ് കൊണ്ടുവന്നത്. ആ ഇലയ്ക്കകത്ത് പൊതിച്ചോറ് കഴിക്കാൻ എന്തോരം ടേസ്റ്റാണല്ലേ. അതിഷ്ടമില്ലാത്ത ആരാണ് നമ്മുടെ കേരളത്തിലുള്ളതല്ലേ. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ എവിടെ ആയാലും എല്ലാവർക്കും പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. പിന്നെ ഞാൻ ഇല വെട്ടാൻ നമ്മുടെ അയ്യത്ത് തന്നെ ഇല നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അത് വെട്ടാൻ വേണ്ടി ഇറങ്ങിപ്പോയിട്ട് മമ്മി കയ്യാവുമായിരുന്നെങ്കിൽ മമ്മി പോയി വെട്ടിക്കൊണ്ട് വന്നേനെ. ഇതിപ്പോൾ ഞാൻ തന്നെ പോകേണ്ട അവസ്ഥയാണ്. എന്തായാലും പോയല്ലേ പറ്റൂ. ഞാനങ്ങ് പോയി കേട്ടോ. ഞാൻ വെട്ടിക്കൊണ്ടിരുന്ന ഒരു ഇലയുടെ വലിപ്പം കണ്ടോ. 2 പേർക്ക് അത് ചോറ് പൊതിഞ്ഞുകൊണ്ട് പോകാൻ അത്രയ്ക്ക് വലിയ നീളമുള്ള ഇലയാണ് ഞാൻ വെട്ടിക്കൊണ്ട്. ഹിന്ദുത്തിനാണോ ഇത്രയും നീളമുള്ള ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നേ. പക്ഷേ എനിക്കതിങ്ങനെ വാട്ടിയെടുക്കാൻ അറിയില്ല കേട്ടോ. അത് പിന്നെ മമ്മിയുടെ കൊടുത്തു. മമ്മി ഒറ്റ കൈ കൊണ്ട് പിന്നെ അതൊക്കെ ചെയ്ത് തന്നു കേട്ടോ.
പിന്നെ അപ്പത്തെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നതിന് അച്ചാച്ചന് ഈ ഇലയപ്പത്തിൻ്റെ അകത്ത് നമ്മുടെ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് അകത്ത് ഫില്ലിങ് വെച്ചതാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ അങ്ങനത്തെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ പഞ്ചസാര മാവിൻ്റെ നമ്മുടെ പൊടിക്കകത്ത് മറ്റേ പഞ്ചസാര ഇട്ട് ഇളക്കി അങ്ങനെ പൊടി കുഴച്ച് ഇങ്ങനെ ഇലയെ പരത്തി എടുക്കുന്നതാണ് ഇഷ്ടം. അല്ലാതെ ഫില്ലിങ് അകത്ത് വെച്ചത് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. അതാണ് ഞാൻ ഈ നോക്കി എടുക്കണേ. അച്ചാച്ചന് ഫില്ലിങ് വെച്ച് ഇലയപ്പം നോക്കി പറക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ അടുപ്പിൽ ചായ ഇട്ടു. അങ്ങനെ അച്ചാച്ചന് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു. പിന്നെ അടുത്തത് ചോറെടുത്ത് വെക്കണം. അതിനുവേണ്ടി ചോറൊക്കെ എടുക്കുകയാണ്. നല്ല മീൻകറിയും മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും അച്ചാറൊക്കെ കൂട്ടി ചോറെടുത്തു. എനിക്ക് പൊതിയാൻ അറിയില്ല കേട്ടോ. പൊതിയുന്ന കാര്യം ഞാൻ അച്ചാച്ചനെ ഏൽപ്പിച്ചു. പിന്നെ ആ സമയത്ത് പിന്നെ തീയൊക്കെ കത്തിച്ച് നമുക്ക് ചോറ് വെക്കണമല്ലോ. ലഞ്ചിന് നമുക്ക് ചോറ് കഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് കേട്ടോ. പിന്നെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി മമ്മി അപ്പോൾ എനിക്ക് കിഴി പച്ചക്കറികളെല്ലാം വെച്ചേക്കാണ് കേട്ടോ. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളൂ. അതിങ്ങനെ കിഴിയെട്ടി വെച്ചേക്കുകയാണ് കേട്ടോ. അതെല്ലാം നോക്കി പറക്കി എടുത്ത് കുഞ്ഞൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്തു. കുറച്ച് ഇതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ എടുത്ത് നമുക്കൊരു കുട്ടി സാമ്പാർ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് അരിഞ്ഞ് പറക്കി വെച്ചു. ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ സാമ്പാറിന്. സാമ്പാർ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ണങ്ങളിട്ട് വെക്കുന്ന സാമ്പാറാണെന്ന് തോന്നുന്നു എപ്പോഴും കുളമാകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തുണി ഇഷ്ടം. നമ്മൾ കഴിഞ്ഞ ദിവസം ആശുപത്രി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇട്ടുകൊണ്ട് പോയ തുണികളൊക്കെ ഇഷ്ടംപോലെ കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് സോപ്പ് പൊടിക്കകത്തൊന്ന് കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഞാൻ എപ്പം തുണി കഴുകാൻ ഇറങ്ങിയാലും എൻ്റെ കൊച്ചു കുരുപ്പൻ അവിടെ കാണും കേട്ടോ. അവന് വെള്ളം എന്ന് പറഞ്ഞാൽ പ്രാന്താണ് കേട്ടോ. അപ്പം ഉടുപ്പും പൊക്കിയോണ്ട് ഒരു ഉടുപ്പ് ഊരി അയാൾക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി. പിന്നെ അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. എന്നിട്ട് പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നാണ് കേട്ടോ പിന്നെ തുണിയൊക്കെ കഴുകിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് പിന്നെ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. കുന്നിക്കോട് വന്ന് കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. കുറച്ച് ചാളയും നമ്മുടെ ചൂരക്കുഞ്ഞ് പിന്നെന്താ ഉലുവാച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കി എല്ലാം വെക്കണം. കുറച്ച് മീൻ കറി വെച്ചിട്ട് ബാക്കി എനിക്കങ്ങ് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം വെട്ടിപ്പറക്കിക്കൊണ്ട് പോയാൽ പിന്നെ അവിടെ ചെന്നിട്ട് കറി വെച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി അതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെട്ടിപ്പറക്കി വെക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് പോയി മീൻ വെട്ടാനുള്ള പുറപ്പാടിലായി കേട്ടോ. ആ സമയത്ത് ഞാൻ എൻ്റെ ലൈവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈവിലും കൂടെ പോകാമെന്ന് വെച്ചു. കാരണം അല്ലാതെ സമയം കിട്ടിയില്ല. അപ്പം മീൻ വെട്ടിക്കൊണ്ടുവന്ന് ലൈവിലും പോകാമെന്ന് വെച്ചു. അങ്ങനെ അതിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ മീനും കുറേ സമയം എടുത്തു കേട്ടോ എല്ലാ മീനും വെട്ടിപ്പറക്കി എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ സമയമായി. മമ്മിക്കും ഫുഡ് എടുത്ത് കൊടുത്ത് പിള്ളേർക്കും കൊടുത്ത് അവരും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ മീനിൻ്റെ കഷ്ണമൊന്നും എടുത്തില്ല. മീൻ ചാറും സാമ്പാറും മെഴുക്ക് പുരട്ടി മാത്രം കൂട്ടി നല്ലൊരു തട്ടങ്ങ് തട്ടി കേട്ടോ. നല്ല സൂപ്പർ സാമ്പാറായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ വേഗം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.